സെപ്റ്റംബർ 20 വിശുദ്ധ എവസ്റ്റ്യാക്യൂസിന്റെയും കുടുംബത്തിന്റെയും രക്തസാക്ഷിത്വ തിരുനാൾ ആചരിച്ച് ആഗോള സഭ. ട്രാജൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായ പ്ലാസിഡൂസ് ആണ് പിന്നീട് ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചതിലൂടെ എവസ്റ്റ്യാക്യൂസ് എന്ന നാമം സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യ ടെസിസാന മാനസാന്തരത്തിന് ശേഷം തെയോപ്പീസ് എന്ന പേര് സ്വീകരിച്ചു. അഗാപ്പിന്ദൂസ്, തെയോപ്പീസ് എന്നീ രണ്ട് പുത്രന്മാരാണ് അവർക്കുണ്ടായിരുന്നത്. ഒരു ദിവസം എവസ്റ്റ്യാക്യൂസ് നായാട്ടിന് പോയപ്പോൾ ഒരു മാനിന്റെ കൊമ്പുകളുടെ ഇടയ്ക്ക് ക്രൂശിതനായ രക്ഷകന്റെ ചിത്രം കാണുകയുണ്ടായി. ഉടൻ തന്നെ അദ്ദേഹം മാനസാന്തരപ്പെട്ടു. ഭാര്യയെയും കുട്ടികളെയും തന്നിൽ നിന്ന് വേർപെടുത്തുകയുണ്ടായി. പിന്നീട് എവസ്റ്റ്യാക്യൂസ് ഒരു ധനികന്റെ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ചക്രവർത്തിക്ക് വൻപിച്ച പരാജയങ്ങൾ ഉണ്ടായി. അദ്ദേഹം എവസ്റ്റ്യാക്യൂസിനെ തേടിപ്പിടിച്ച് സൈന്യാധിപനാക്കി. അതിനുശേഷം തന്റെ ഭാര്യയെയും മക്കളെയും അദ്ദേഹം കണ്ടുമുട്ടി. അദ്ദേഹം യുദ്ധരംഗത്ത് നിന്ന് വിജയശ്രീ ലാളിതനായി തിരിച്ചു വരികയും ചെയ്തു. വൻപിച്ച വരവേൽപ്പാണ് എവസ്റ്റ്യാക്യൂസിന് നൽകിയത്. ശേഷം അന്യദേവന്മാർക്ക് ബലി ചെയ്യണമെന്ന് ആജ്ഞാപനമുണ്ടായി. എവസ്റ്റ്യാക്യൂസും കുടുംബവും അതിന് തയ്യാറായില്ല. അവരെ വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ രാജകൽപ്പനയായി. എന്നാൽ അവരെ തൊട്ടില്ല. ഇത് കണ്ട് ക്രുദ്ധനായ ചക്രവർത്തി അവരെ ഒരു പിത്തളക്കാളയുടെ ഉള്ളിലാക്കി അടിയിൽ തീയിട്ടു. അങ്ങനെ അവർ രക്തസാക്ഷിത്വ മകുടം ചൂടി. വിശുദ്ധ എവസ്റ്റ്യാക്യൂസും കുടുംബവുമേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.